പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ VS ജോയിയുടെ വീട്ടുമുറ്റത്താണ് ഈ കുടുംബസംഗമം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ചിട്ടയായും ഭംഗിയായും നടത്താൻ വേണ്ടി ജോയി തുടങ്ങിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി ഈ വീട്ടുമുറ്റത്ത് വെച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം ഇവിടുത്തെ MLA രാജിവെച്ച അന്ന് രാത്രി മുതൽ എല്ലാ ദിവസവും മിക്കവാറും ഞങ്ങൾ തമ്മിൽ നിരന്തരമായി കൃത്യമായി അന്ന് ജോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുന്നൊരുക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് UDFന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറയാം, ഈ പുറത്ത് കാണുന്നതൊക്കെ വെറുതെ. ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. UDFും LDFും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം. അപ്പൊ അവർക്കറിയാം രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ എന്താ സംഭവിക്കാൻ പോണത്. തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. PT തോമസ് 12,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് നമ്മൾ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് 25,000 വോട്ടിനാണ് ജയിച്ചത്. ഉമാ തോമസ് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും വന്ന് ക്യാമ്പ് ചെയ്തു ഒരു മാസം. അതുകൊണ്ട് അത്ര വോട്ട് കൂടാൻ കഴിയും നമുക്ക്. അത് കഴിഞ്ഞിട്ട് പുതുപ്പള്ളി നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി 9,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 4 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് 37,000 വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ അറിയാലോ, ഏറ്റവും പ്രിയപ്പെട്ട പാർലമെന്റേറിയനാണ്. ജയിച്ച വോട്ടിന്റെ 5 ഇരട്ടി വോട്ടിനാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം 40,000 ആയിരുന്നു. അത് 12,000 ആയിട്ട് നമ്മൾ കുറച്ചു. ഇവിടെ നമ്മളെ സീറ്റ് പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 2 പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടതാ. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന്റെ രാഷ്ട്രീയ വോട്ട് മാത്രം കിട്ടിയാൽ ഇവിടെ ജയിക്കും. ഇപ്രാവശ്യം അത് മാത്രമാണ് കിട്ടാൻ പോണത്. ഈ സർക്കാരിനെതിരായി ഒന്ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ആളുകൾ എല്ലാവരും. ഞാൻ ഇവരോടൊക്കെ പറയും, മാർക്സിസ്റ്റുകാരെ കണ്ട വഴക്കുന്നുണ്ട്. പണ്ടൊക്കെ വഴക്കിടും ഇവരിടും. അവരവിടേക്ക് വർക്ക് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ട്. പലരും നമുക്ക് വോട്ട് ചെയ്യാൻ പോണേ തെരഞ്ഞെടുപ്പ്. ഞാനിത് പാലക്കാട് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ചിരിച്ചിരുന്നു. കിട്ടിയില്ല അവസാനം. കാരണം എന്താ, അവര് തന്നെ മടുത്ത അവരുടെ സർക്കാരിനെ. നിങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഓരോ വീട്ടിലും ചെല്ലുമ്പോ ഈ സർക്കാരിന്റെ ദുഷ്ചെയ്തികൾ കൊണ്ട് മാത്രം ഇരകളായി മാറിയ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും ഇല്ലേ? നല്ല ഭരണമാണ്. 9 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോ സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല. എന്താ കാര്യം? മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ്. മാവേലി സ്റ്റോറിൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട് അല്ലേ? പക്ഷെ സബ്സിഡി കിട്ടുന്ന 13 സാധനം ഇല്ല, കാലിയാണ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, സ്ത്രീകൾ പറ.